നിങ്ങൾ കണ്ണ് കാണാത്ത ആളുകളെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എവിടുന്നൊക്കെയാണ് കണ്ടിട്ടുള്ളത്? ബസ് സ്റ്റേഷനുകളിൽ നിന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ ഉണ്ടോ? അല്ല, ശരി. പിന്നെ എവിടെ? കോളേജസിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ പലയിടത്തുനിന്നും കണ്ടിട്ടുണ്ട് അല്ലേ? ശരി. ഈ കണ്ണ് കാണാത്ത ആൾക്കാരെ കാണുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ എന്തൊക്കെയാ ഒന്ന് പറഞ്ഞാണി. അതന്നെ, പാവലേ. പിന്നെ അത് അവിടുന്ന് വന്ന ആൻസറാണ്. പാവലേ. പിന്നെ സങ്കടം. വേറെ പോട്ടെ. ഞമ്മക്ക് 2 കണ്ണ് അള്ളാഹു തന്നിട്ടുണ്ടല്ലോ, അൽഹംദുലില്ലാ. അടുത്ത് വേറെ എന്തെങ്കിലും? ഒരാൾ കണ്ണ് കാണാത്തൊരു മനുഷ്യൻ ഇങ്ങനെ ഒറ്റക്ക് നടന്നു പോവുകയാണ്, അത് നിങ്ങളിങ്ങനെ കാണുകയാണ്, ഹെൽപ്പ് ചെയ്യാൻ നോക്കും. വേറൊരു സാധനം കൂടെ വരൂടെ, കണ്ണ് കാണാതെ എങ്ങനാണല്ലേ വരില്ലേ? കണ്ണ് കാണാതെ എങ്ങനാണല്ലേ? അല്ലാ, കയറ്റം കയറി ഒറ്റക്ക് കയറി, റബ്ബേ ബസ്സിലതാ പിടിച്ച് കയറിന് തോന്നലില്ലേ? കറക്റ്റ് സീറ്റ് പോയിരുന്ന് ലൈമിൻ്റെ ഗ്ലാസ്. ഞാൻ ഒരു പ്രാവശ്യം ഹോട്ടലിൽ പോയി കുത്തിരിക്കുമ്പോൾ അതേമാതിരി ഗ്ലാസ് ചെയ്ത് കറക്റ്റ് എൻ്റെ അപ്പുറത്തുനിന്നൊരു പെൺകുട്ടി പറയും, എൻ്റെ മോനെ വെള്ളം എടുത്തത് ഒറ്റക്ക് കുടിക്കുന്ന. ഞാൻ എന്താ ഇപ്പം കാട്ടണ്ടേ? ഓക്കൊരു ഗ്ലാസ് കൊടുക്കണോ? അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മളെ ഉള്ളിലുണ്ട്. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ ഒരു കണ്ണ് കാണാത്തൊരു മനുഷ്യനെ കാണുമ്പോൾ ഞാൻ ഫോൺ ഉപയോഗിക്കുന്നത് പോലെ കാണുന്ന നിങ്ങൾ, ഞാൻ ഒരു കുടുംബജീവിതം നയിക്കുന്നത് പോലെ, ഞാൻ ഫുഡ് കഴിക്കുന്നത് പോലെ, ഞാൻ പഠിക്കുന്നത് പോലെ, ഞാൻ വായിക്കുന്നത് പോലെ സ്വയം പര്യാപ്തനായി ഒറ്റക്ക് ഈ ചങ്ങായി കണ്ണ് കാണാത്ത ഈ മനുഷ്യനെ കൊണ്ട് വായിപ്പിക്കാനും പഠിപ്പിക്കാനും ഒരു ജീവിതം നയിക്കാനും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനും എനിക്കെന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നും കൂടെ ചോദിക്കാം. ഞാൻ ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഈ മോളെ, ഞാൻ ചൂണ്ടുന്ന മോളെ വീട് എവിടെയാ? മോളെ മോനോ? ടീച്ചർ. ടീച്ചർ. ടീച്ചറെ വീട് എവിടെ? ടീച്ചറെ കൊടുവള്ളി. ഞാൻ കൊടുവള്ളിയിൽ നിന്ന് താമരശ്ശേരിക്കപ്പുറം ഈങ്ങാപ്പുഴയ്ക്കപ്പുറം ഇങ്ങോട്ട് തിരിഞ്ഞ് 4-5 ഗട്ടറൊക്കെ ചാടി. ഞാൻ ശരിക്കും പള്ളേ കാളിപ്പോയി. 4 ഗട്ടർ ചാടി. റഹ്മാനായ റബ്ബേ, അത് എന്താണിത് ഇങ്ങനെ? അപ്പോൾ ഏതായാലും ഇങ്ങനെ ഈ ഗട്ടറൊക്കെ ചാടി ഇങ്ങോട്ട് വന്ന് ഞാൻ ഇങ്ങനെ ഒറ്റക്ക് വന്നു. ഇതുപോലെ ഇപ്പോൾ കണ്ണ് കാണാത്ത എന്നെ അവിടുന്ന് കാണുക. ഇതുപോലെ ജെയ്സൽ എന്ന് പറയുന്ന ഈ മനുഷ്യനെ ഒറ്റക്ക് വരുത്താൻ വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊരു ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് പറയാണ്. ഇവിടെ ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ളൊരു കാഴ്ചപ്പാടും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു വിഷ്വലി ഇമ്പയർഡ് ആയിരുന്നു, കാഴ്ച പരിമിതനായിരുന്നു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ അറിയോ? എന്താണ്, എനിക്ക് ഒന്ന് പള്ളിയിൽ വരണം, ഞാൻ നിസ്കരിക്കാൻ ഞാൻ വരേണ്ടതുണ്ടോ? കുറച്ച് ഇടങ്ങാറാണ് വരാൻ, ഞാൻ വരേണ്ടതുണ്ടോ? ഞാൻ പെരേന്ന് നിസ്കരിച്ചാൽ പോരെ? ഞാനാണ് നിങ്ങളോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്താ പറയുക? കുഴപ്പമില്ല ജയിസോ, ലംജിയോ പറയൂ, അത് കുഴപ്പമില്ല ജയിസോ, ഈ അവിടെ പെരയെ കുത്തർന്നോ? ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു ഞാനത് പറയും. പക്ഷേ നബി പറഞ്ഞ എന്താ അറിയോ? നബി പറഞ്ഞു ഓക്കെ എന്നാൽ ആയിക്കോട്ടെ അവിടെ നിന്നോ പറഞ്ഞ് നബി. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം തിരിച്ച് നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, അല്ല ബാങ്ക് കേൾക്കുന്നുണ്ടോ? നബി ചോദിക്കുകയാണ്. കേൾക്കുന്നുണ്ട്. എന്നാ ഈ പള്ളിയിൽ വരണം. ഓക്കെ, നമ്മളൊക്കെ കേട്ട കഥ അവിടെ വരെയാണ്. പക്ഷേ ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഇനി പള്ളിയിൽ വരണം. എങ്ങനെ വരണം? നമ്മളൊക്കെ എന്താ പറയുക? നിങ്ങളെ വീടിൻ്റെ അടുത്തുള്ള മുഹമ്മദ് കാക്കല്ലേ, മുഹമ്മദ് കാക്കനോട് എന്ത് ചെയ്താൽ മതി? അന്നൊന്ന് കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി. മുഹമ്മദ് കാക്ക അവരൊന്ന് കൊണ്ടുവരണേ. മുഹമ്മദ് കാക്കാക്ക് പനി പിടിച്ചാൽ ജയ്സലിൻ്റെ പള്ളിയിൽ പോക്ക് നിന്നു. എന്നാൽ നബി പറഞ്ഞ എന്തായിരുന്നറിയോ?
ഒരു കയറ് കെട്ടിക്കൊടുത്തു അത്രേ, വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഒരു കയറ് കെട്ടിക്കൊടുക്കുന്നു. ആ കയറ് പിടിച്ച് ഇങ്ങനെ വരുന്നു. അന്ന് വൈറ്റ് കെയിൻ ഇല്ല, മൊബിലിറ്റി സ്റ്റിക്കുകളില്ല, ആപ്പുകളില്ല, സംവിധാനങ്ങളില്ല, ഒന്നുമില്ല. ഒരു കയറ് കെട്ടിക്കൊടുക്കും. ഇതാണ് എന്ത് നമ്മളുടെ ഒരു രീതിശാസ്ത്രം എന്നാണ്. അപ്പോൾ സ്വയം പര്യാപ്തരാകാൻ വേണ്ടി ഒരു കാഴ്ചയില്ലാത്തവനെ എങ്ങനെ സഹായിക്കാം, ഈ ചിന്തയാണ് നിങ്ങളുടെ മനസ്സിൽ പ്രധാനമായും വരേണ്ടത്. അപ്പോൾ അതിന് കുറേ സംഗതി ഉണ്ട്. അതിൽ പെട്ട 1-2 സംഗതികൾ നമ്മുടെ സൈറ്റഡ് ഗൈഡ് ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പാനൽ ഡിസ്കഷൻ്റെ ഇടയിൽ ഈ സൈറ്റഡ് ഗൈഡ് ടെക്നിക്കൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ഇന്ന് അത് പഠിച്ചിട്ട് ഇവിടുന്ന് എല്ലാവരും പോവുള്ളൂ എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.